പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 14-ാം തിരുവചനമാണ് ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. പാപികളോടുള്ള ദൈവപിതാവിൻ്റെ നിസ്സീമമായ സ്നേഹം പ്രകടമാക്കുന്ന ഈശോയുടെ വാക്കുകളാണ് ഇവ. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല എന്ന്. സ്വർഗത്തിൽ ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്നത് പാപികളുടെ മാനസാന്തരമാണ്. അനുതപിക്കുന്നൊരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും എന്ന് തിരുവചനം പറയുന്നുണ്ട്. കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് യേശുനാഥൻ പറഞ്ഞപ്പോൾ യേശുവിൻ്റെ ശരീരത്തിൽ അനുഭവപ്പെട്ട സ്വാഭാവിക ദാഹത്തേക്കാൾ ഉപരിയായി ആത്മാക്കളെക്കുറിച്ചുള്ള ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടിയുള്ള ഈശോയുടെ ദാഹമാണ് കൂടുതൽ അർത്ഥമാക്കുന്നത്. വിശുദ്ധ ഫൗസ്റ്റീനിയായുടെ ഡയറിയിൽ അത് നാം വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. അതിപ്രകാരമാണ്: ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ദാഹിക്കുന്നു. മകളെ, ആത്മാക്കളെ രക്ഷിക്കാൻ നീ എന്നെ സഹായിക്കുക. എൻ്റെ പീഡാസഹനങ്ങളോട് നിൻ്റെ സഹനങ്ങൾ ചേർത്ത് വെച്ച് നിത്യപിതാവിന് അർപ്പിക്കുക. ആത്മാക്കളുടെ രക്ഷയ്ക്കായി വിശുദ്ധ അമ്മ ത്രേസ്യയുടെയും വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെയും ഹൃദയം പ്രേക്ഷിത ചൈതന്യത്താൽ ജ്വലിച്ചിരുന്നു എന്ന് അവരുടെ ആത്മകഥ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആത്മാക്കളെ പിടിക്കുന്ന ജോലി അവിടുന്ന് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നാണ് കൊച്ചു ത്രേസ്യ ആത്മകഥയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 19-ൽ യേശു തൻ്റെ ആദ്യത്തെ 4 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ യേശു മീൻപിടുത്തക്കാരായ പത്രോസിനോടും അന്ത്രയോസിനോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3:16-ൽ തിരുവചനം പറയുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവമക്കളായ നാം ഓരോരുത്തരുടെയും ആത്മാക്കൾ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ പീഡാസഹനത്തിനും കുരിശുമരണത്തിനും ഏൽപ്പിച്ചു തന്നത്. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 5-ാം തിരുവചനത്തിലൂടെ വിശുദ്ധ യാക്കോബ് ശ്ലീഹ നമ്മോട് ചോദിക്കുകയാണ്, നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അപ്പോൾ നമ്മുടെ ആത്മാക്കളെക്കുറിച്ചുള്ള ദാഹം ദൈവത്തിന് വലുതാണ്. അതിനാൽ നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുവാനായിട്ട് കഠിനമായ പരിശ്രമം നിരന്തരം നാം ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ലോകം മുഴുവൻ സാത്താൻ്റെ പിടിയിലാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.